മകൾസ് എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, ടഫായിരുന്നോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ടഫാകുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ചില സബ്ജക്റ്റുകൾ നല്ല ഈസി ആയിട്ട് മാറി. മാത്സൊക്കെ നല്ല ഈസി എക്സാം ആയിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയെന്ന് നമ്മൾ അറിഞ്ഞു. അതുപോലെ ഫിസിക്സും അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഈസി ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെയും നിങ്ങൾ കുറച്ച് പ്രശ്നം പറയുന്നത് ഞങ്ങളുടെ കെമിസ്ട്രിക്കാണ് എന്നൊക്കെ അറിഞ്ഞു. പ്ലസ് ടുവിലും ഇതേപോലെ പ്ലസ് ടു കുറച്ച് അവർ ടഫ് പറഞ്ഞത് ഒന്ന് കെമിസ്ട്രിക്കാണ്, പിന്നെ കുറച്ച് ടഫ് പറഞ്ഞത് ഫിസിക്സിനാണ്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒന്ന് ടഫായിരുന്നു എന്ന് പറഞ്ഞു. മാത്സ് അത്ര പ്രശ്നമില്ലായിരുന്നു, ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. എനിവേ നമുക്ക് മൊത്തത്തിൽ ട്രെൻഡ് നോക്കിയാൽ മനസ്സിലാവുന്നത് പാറ്റേൺ ഇങ്ങനെ മാറി വരുന്നുണ്ട്. കുറച്ച് ചില ഭാഗങ്ങളൊക്കെ അവർ ടഫാക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ അവർ ഈസി ആക്കി. നിങ്ങളൊന്ന് പ്രശ്നമല്ല, ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഈസിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് അറിയാം മക്കളെ, ഇനി നിങ്ങൾ പ്ലസ് ടുവിലേക്ക് പോവാണ്. പ്ലസ് വണ്ണിൽ നിന്ന് ഇനി പ്ലസ് ടുവിലേക്ക് പോകണം. എങ്ങനെ പഠിക്കണം? നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചപ്പം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എക്സാം എഴുതിയല്ലോ. ഇപ്പം കുറേ സബ്ജക്റ്റുകൾ എക്സാം എഴുതി, സയൻസ് സബ്ജക്റ്റുകളൊക്കെ എല്ലാം എക്സാം എഴുതി കഴിഞ്ഞല്ലോ. നിങ്ങളിങ്ങനെ ആലോചിക്കുക, എന്താണ് എനിക്ക് വന്ന ഫോൾട്ടുകൾ, പഠനത്തിൽ വന്ന ഫോൾട്ടുകൾ? പഠിച്ചിട്ടേ ഇല്ല എന്നതായിരിക്കും ചില ആളുകൾക്ക് വന്ന ഫോൾട്ടുകൾ. മൊത്തത്തിൽ അത് തന്നെയായിരിക്കും ഫോൾട്ട്. ചില ആളുകൾ വേണ്ട പോലെ പഠിച്ചിട്ടില്ല. അതിൻ്റെ തലേന്നൊക്കെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫുൾ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് ഫുൾ സെറ്റായിട്ട് ഇരുന്ന് പഠിച്ചവരുണ്ടാവും. എന്നിട്ട് പിന്നെ ആൻസർ ഷീറ്റിൽ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ചിലതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന കുറേ പേരുണ്ട്. ചില സ്റ്റുഡൻസ് ആദ്യം മുതലേ പഠിച്ച് സെറ്റാക്കിയവരുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസിൽ മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊക്കെ പറയുന്നവരുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ കുറേ ഫോൾട്ടുകൾ ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്ന ഫോൾട്ടുകൾ? ആ ഫോൾട്ടുകൾ തിരുത്തിയിട്ട് വേണം പ്ലസ് ടുവിലേക്ക് നമ്മൾ ഇനി കയറാൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പാറ്റേൺ മാറിയാൽ, ഇനി പാറ്റേൺ മാറും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. പല രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഷുവറാണ്. സോ പ്ലസ് ടു കെമിസ്ട്രിക്കാരൊക്കെ ഭയങ്കര ടഫായിരുന്നു. കെമിസ്ട്രി എന്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഫിസിക്സ് ആണ് ഞങ്ങൾ ടഫ് എന്ന് ചോദിച്ചത്, എന്താ കെമിസ്ട്രി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, കുറേ ആളുകൾ, കുറേ സ്റ്റുഡൻസിൻ്റെ. ശരിക്കും ഇപ്പം നമ്മൾ കെമിസ്ട്രി പഠിപ്പിച്ചതാണ്. എൻ്റെ തലേന്ന് കേട്ട് പിന്നെ മൂന്ന് ചാപ്റ്റേഴ്സ് വെച്ച് ഞാനും സായി സാറൊക്കെ പഠിപ്പിച്ചതാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികവും വന്നത്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ 80 മാർക്കിൽ 74-76 മാർക്കോളം നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞത് വന്നിട്ടുണ്ട്, ബാക്കിയുള്ള കോൺസെപ്റ്റിലും വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് നോക്കിക്കേ. ഇത് ഞാൻ അവിടെ ക്ലാസ്സിൽ അവർക്ക് പഠിപ്പിച്ചെടുത്താണ്. നിങ്ങൾ പ്ലസ് വൺ ആയതുകൊണ്ട് ഈ ടോപ്പിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ ക്ലാസ് പഠിപ്പിച്ചെടുത്താണ്, അതേ സാധനം ഇവിടെ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ തെളിവുണ്ട്. ഞാൻ കുറച്ചെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചെണ്ണം മാത്രമാണ് എടുത്തത്. കുറേ ഉണ്ട്, ഞാൻ കുറച്ചെണ്ണം മാത്രം. ഈ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചത്. അതേ കോമ്പൗണ്ട് വെച്ചുള്ള റിയാക്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓർഗാനിക് എന്നുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ കുറേ എണ്ണം. നോക്കിക്കേ, ഇവിടെ ആൾഡോൾ കണ്ടൻസേഷൻ, ഹെൽ-വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതേ സാധനം നമ്മൾ തലേന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആൾഡോൾ കണ്ടൻസേഷൻ, ഹെൽ-വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. നോക്കിക്കേട്ടാ, അതേപോലെ നോക്കിക്കേ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ, ഫീനോളിൻ്റെ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പ്ലസ് ടുവിൻ്റെ എക്സാം ടഫാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊരു 76 മാർക്കിനോളം നമ്മൾ ഡയറക്റ്റായിട്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. പ്ലസ് വണ്ണ് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, പ്ലസ് വണ്ണ് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് അധികവും വന്നത്. അല്ലേ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടതാണ്. നമ്മൾ തലേന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് അതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണ്. നമ്മൾ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം കാണാൻ ചോദിച്ചിരുന്നു, അത് വന്നിട്ടുണ്ട്. നമ്മൾ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം കാണാൻ പഠിപ്പിച്ചെന്ന് ചെയ്യുന്നു, അത് മറ്റൊരു കോമ്പൗണ്ടാണെന്നല്ലോ, അതുപോലെ വന്നിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷനുകൾ നമ്മൾ അതുപോലെ എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് വരുന്നുണ്ട്, അതുപോലെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് വയ്ക്കും, സാറ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ക്ലാസ്സുകൾ കുറേ കണ്ടിട്ടുണ്ട്, എന്നിട്ട് എന്താ ടഫ് എന്ന് പറയുന്നത്? അതിനുള്ള ആൻസർ പറഞ്ഞുതരാം. ടഫ് എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ നമ്മൾ തലേന്നൊക്കെ ഇരുന്ന് പഠിപ്പിച്ച് ഒക്കെ നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പക്ഷേ നിങ്ങൾക്കത് ആൻസർ ഷീറ്റിൽ അങ്ങനെ കൃത്യമായിട്ട് എഴുതാൻ പറ്റിക്കണമെന്നില്ല. നമ്മൾ പഠിപ്പിച്ചിട്ട് ഞങ്ങളല്ലല്ലോ വന്ന് നിങ്ങൾക്ക് എഴുതി തരുന്നത്. ഞങ്ങൾ പേന പിടിച്ചിട്ട് എഴുതുക, ഞങ്ങൾ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ, നമ്മൾ പഠിപ്പിക്കുക മാത്രമാണ്. നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പലപ്പോഴും കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മൾ വലിയ ചാപ്റ്റേഴ്സ് തലേന്ന് ഇത്ര സമയം കൊണ്ട് 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് മൊത്തം കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്തു പോവുകയാണ്. അതിൻ്റെ ഒപ്പം എത്താനോ അതിൻ്റെ ഒപ്പം പഠിച്ചെത്താനോ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഫോൾട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ, തലേന്നിരുന്ന് പഠിച്ചാൽ ഉണ്ടാവുന്ന ഒരു വിചാരം ഉണ്ടല്ലോ നമുക്ക്, അത് പലപ്പോഴും തെറ്റിപ്പോവും എക്സാമിൻ്റെ പാറ്റേൺ മാറിയാൽ. 2-3 വർഷം മുമ്പ്, അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഓക്കെ ശരിയായിരുന്നു. തലേന്നിരുന്ന് പഠിക്കുന്നു, അതതുപോലെ പഠിക്കുന്നു, അതതുപോലെ ക്വസ്റ്റ്യൻ വരുന്നു, ആൻസർ എഴുതുന്നു, എല്ലാവർക്കും A+, എല്ലാവർക്കും ഫുൾ മാർക്കോ കിട്ടുന്ന രൂപത്തിലാവുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്കും തലേന്നിരുന്ന് പഠിച്ചവർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല എന്ന്
എന്ന് ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്ലസ് ടു കെമിസ്ട്രിക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ പഠിപ്പിച്ച അതേ ടോപ്പിക് അതേ കോൺസെപ്റ്റുകളൊക്കെ വന്നിട്ടും എക്സാം ടഫായിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ടഫായിരുന്നു, ഭയങ്കര ടഫ്, ഇതെന്താ ഞങ്ങളോട് ചെയ്യുന്ന അനീതി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ എത്ര കാലം പറയും? കാരണം പഠിപ്പിച്ചൊക്കെ തന്നെ വരുന്നത് അതിൻ്റെ പാറ്റേൺ അതിൻ്റെ ഒന്ന് ചോദിക്കേണ്ട രൂപത്തിൽ മാറുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓക്കെ, ക്വസ്റ്റ്യനിൽ പ്രശ്നങ്ങളുണ്ടാവാം, ക്വസ്റ്റ്യൻ ടഫായതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് കുറേ പരാതികളുണ്ടാവാം, ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിന് മുമ്പ് ഏതൊരു കാര്യത്തിനും അതിന് മുമ്പ് നമ്മളെ ഭാഗത്തുണ്ടായ ഫോൾട്ട് എന്തായിരുന്നു? ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും എടുത്തതിന് ശേഷം എല്ലാത്തിനും സെറ്റ് ആയതിനു ശേഷമാണോ ഞാൻ എക്സാം ടഫാന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ല, ഞാനൊരു എഫേർട്ടും എടുത്തിട്ടില്ല, ഞാൻ തലേന്ന് എന്തൊക്കെയോ പഠിച്ചു, എന്നിട്ട് വന്നിട്ട് എക്സാം ടഫ്, അയ്യോ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാമിനെ കുറ്റം പറയണോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 ചാപ്റ്ററാണുള്ളത്. ഈ 10 ചാപ്റ്ററിൽ 5 എണ്ണം ഓർഗാനിക്കാണ്. ഓർഗാനിക്കാണ് അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷേ ഓർഗാനിക്കാണ് ടഫാണെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് പഠിപ്പിക്കാം. കാരണം പ്ലസ് 1-ലെ 2 ഓർഗാനിക് അടിപൊളിയായിട്ട് രസകരമായിട്ട് നമ്മൾ പഠിച്ചതാണ്. കൂടെ ഇരുന്ന് പഠിച്ചവർക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ വളരെ രസകരമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർഗാനിക്കൽ സാറേ എന്തൊരു രസകരം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. രസകരമായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂടാ. ഓർഗാനിക് എത്ര വലിയ പോയിന്റുകളും ടഫുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ, ലോജിക്കലി നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഉണ്ടല്ലോ, ലോജിക്കലി മനസ്സിലാക്കി പഠിച്ചാലുണ്ടല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് അങ്ങ് കയറും. പ്രത്യേകിച്ച് ഓർഗാനിക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 5 ഓർഗാനിക്കിലൊന്ന് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതത്ര വലിയ പ്രശ്നമുള്ള ചാപ്റ്റർ അല്ല. ബാക്കി ഓർഗാനിക്കിലാണ് സ്റ്റുഡൻസ് അങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയല്. പക്ഷേ നിങ്ങൾക്കറിയാം എത്ര സ്റ്റുഡൻസ് നമുക്ക് ഇപ്രാവശ്യം തന്നെ കെമിസ്ട്രിയുടെ എക്സാം കഴിഞ്ഞിട്ട് പ്ലസ് 2-ൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് സ്റ്റുഡൻസ് പിന്നെ നല്ല രൂപത്തിൽ മെസ്സേജ് അയച്ചു. സാർ ഓർഗാനിക് ഞങ്ങൾക്ക് ടഫ് എന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു, പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു, ഞങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പം സാർ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് കണ്ടപ്പം, സാർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടപ്പം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിന് വന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എക്സാം ടഫായിട്ടും ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിനെ ടഫാക്കുന്നു ഈസി ആക്കുന്നു അതിൻ്റെ പ്രധാന ഫാക്ടർ നമ്മളാണെന്നാണ് പറഞ്ഞു വന്നത്. സോ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം. എന്താണ് പ്ലസ് 2-ൽ നിങ്ങൾ ചെയ്യേണ്ട മാറ്റം എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. അതിനെന്ത് ചെയ്യും സാർ? ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ കൂടെ പഠിക്കണം. കൂടെ പഠിക്കാൻ ഞങ്ങൾക്ക് ഒരു അസിസ്റ്റ്, യെസ് ഞങ്ങളുണ്ട് അസിസ്റ്റായിട്ട്. ആദ്യം മുതലേ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അവസാനം തലേന്നിരുന്ന് കാണാനല്ല, പഠിക്കാനുള്ള സ്റ്റുഡൻസ് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാ. നിങ്ങളെ പ്ലസ് 2 ഉയരെ ബാച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യും. നമുക്ക് ഓരോ ചാപ്റ്ററും കോൺസെപ്റ്റ് പഠിച്ച് മനസ്സിലാക്കി, അതിൽ ഓരോ ലോജിക്കലി പഠിച്ച് മനസ്സിലാക്കി ക്ലിയറായിട്ട് പ്ലസ് എല്ലാം നിങ്ങൾക്കറിയാലോ. നമ്മൾ NCERT-യിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും. വരാൻ ചാൻസുള്ള എല്ലാ ടൈപ്പ് കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. പിന്നെ പല ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരും. നിങ്ങൾ പഠിച്ചു കഴിയുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലൊരു ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ ആ എക്സാമിന് പോകുന്നത്, പബ്ലിക് എക്സാമിന് പോകുന്നത്. പിന്നെ നിങ്ങൾ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും നമ്മൾ എങ്ങനെ പറയേണ്ടതെന്നറിയോ? എക്സാം ടഫായിരുന്നു എന്ന് പറഞ്ഞ് നിർത്തല്ല. എക്സാം ടഫായിരുന്നെങ്കിലും എനിക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റി. എക്സാം ടഫാന്ന് നമുക്ക് പറയാം, കാരണം ഡയറക്റ്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റായിട്ട് ഒന്ന് മറിച്ച് ചോദിച്ചാൽ നമ്മൾ ടഫാന്ന് പറയും. യെസ്, എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലല്ല ചോദിച്ചത്, അതെല്ലാവരും പറയും. എക്സാം പൊതുവെ ടഫായിരുന്നെങ്കിലും എനിക്ക് എഴുതാൻ കിട്ടി എന്ന് പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് പോകാം, വന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം, ഞാൻ ഷുവർ ആയിരുന്നു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയും സായി സാർ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സൊക്കെ എടുക്കും. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കണം. സോ ഒരു പേടിയും വേണ്ട. പക്ഷേ എനിക്ക് ആകെ ഒരു കാര്യമേ പറയേണ്ടുള്ളൂ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ജോയിൻ ചെയ്തിട്ട് വെറുതെ പൈസ കൊടുത്തിട്ട് അത് കളയുന്ന രൂപത്തിലാവരുത്. കൃത്യമായിട്ട് ഞങ്ങൾ കൂടെ ഇരുന്ന് അതിന് ആദ്യം മുതലേ പഠിച്ചെടുത്താൽ അത്ര എഫേർട്ട് ഇല്ലടാ. നിങ്ങൾ തലേന്ന് ഉറക്കൊഴിച്ചതൊക്കെ അങ്ങനെ പറയില്ല. നമ്മൾ സാധാരണ പറയില്ല, ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്, കഷ്ടപ്പെട്ട് പഠിക്കരുത് ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. എന്ന് മാത്രമല്ല, ആദ്യം മുതലേ എടുത്ത് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തോടെ പഠിക്കാം, ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാം. അത് ഞാൻ ഉറപ്പ് വരുന്നു. സോ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ സെറ്റ് ആവണം. ഇനി ടഫ് എന്ന് പറയരുത്, ഇനി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എക്സാം എഴുതണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വന്നാൽ പഠിപ്പിച്ചിരുന്ന കാര്യം നമ്മളേറ്റു, ഫുൾ മാർക്ക് തന്നെ വാങ്ങിത്തരുന്ന കാര്യം നമ്മളേറ്റു. കാരണം എത്ര ടഫാണെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരിക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും.
സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾക്കൊരു അസിസ്റ്റ് വേണം, അതിന് നിങ്ങൾക്കൊരു സഹായം വേണം. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പോകണം, എല്ലാ ടോപ്പിക്കും കൺസെപ്ച്വൽ ക്ലിയർ സെറ്റാക്കി വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെന്താ പറയുക, സ്നേഹത്തോടെ നമ്മളിത് അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്ന് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ കൂടെ ഉണ്ടാവുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എടുത്താൽ മാത്രം മതി. ഓക്കെ, സോ നമുക്കിനി +2 കാണാം. ബൈ.